അയ്യോ അമ്പാലികെ, നമുക്ക് പോവാം. ശ്രീകുട്ടി, ആ പാമ്പ് ഇറങ്ങി വരിക കേട്ടോ. നമുക്ക് പോവാ. തങ്കമണി, തങ്കമണി, പാലക്കൊക്കെ വീഴുന്നു. അമ്പാലികെ, എന്താ കുട്ടി? ആരും എന്റെ കവിളി തൊട്ടു. സ്വർണ്ണ പാമ്പ് അതിങ്ങനെ ഓപ്പോളെ നോക്കിക്കൊണ്ട് നിക്ക. പാമ്പും കാവല് പിന്നെ പാമ്പില്ലാതിരിക്കും. അതല്ല അമ്മായി, ആ ഞങ്ങളുടെ പിന്നാലെ വന്നേ. എന്നിട്ട് അവരെവിടെ? പേടിച്ചിട്ട് ഞാൻ ആദ്യം ഓടി വരുമായിരുന്നു. ഇതാ ഞാൻ നേരത്തെ പോയിട്ട് വരണമെന്ന് പറഞ്ഞത്. എന്താ അമ്പാലികെ, നീ പേടിച്ചോ? നല്ലോണം പേടിച്ചിണ്ടാവും. അത് ഓപ്പോൾ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ പെണ്ണ് ഒന്നിനെ പത്താക്കിട്ട് പറയും. മുല്ലപ്പ് വെച്ചോണ്ട് തലവേദനിച്ചിട്ടാ. സന്ധ്യക്ക് പാലച്ചോട്ടി പോകരുതെന്ന് ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്തൊക്കെ വിഡ്ഢിത്തങ്ങളായി പറയണ. ഓരോന്ന് പറഞ്ഞു കുട്ടികളുടെ മനസ്സിൽ പേടിയുണ്ടാക്കണ്ട. വല്ല ഗന്ധർവനോ യക്ഷിയോ കൂടണേന്റെ മുമ്പ് അവരുടെ കല്യാണം നടത്തണം. അമ്മേ, ഇക്കാലത്ത് യക്ഷ്യം ഗന്ധർവനൊന്നുമില്ല. അതൊക്കെ കറണ്ട് വരണേന്റെ മുമ്പാ. ഇതൊക്കെ വെറും അന്ധവിശ്വാസങ്ങളാ. പണ്ട് കാലത്ത് വല്ലതും ഉണ്ടായിരുന്നു വെച്ചാ അതൊക്കെ ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും നീ നമ്മുടെ കുട്ടികൾക്ക് പറ്റിയ ബന്ധം ആലോചിക്കേ. അമ്മ പറയണേല് കാര്യമുണ്ട്. ഇന്നലെ അമ്പാലികയുടെ മുഖം കണ്ടപ്പോ ഞാൻ ആകെ പേടിച്ചു പോയി. നിനക്കെന്താ ഭ്രാന്ത? സന്ധ്യക്ക് ഒറ്റയ്ക്ക് പാമ്പിനെ കണ്ട കുട്ടികൾ പേടിക്കില്ലേ? ഒന്ന് ജപിച്ച് കെട്ടിക്കാന്ന് വെച്ചാ തന്തമാമ എവിടില്ല. എനിക്ക് രാമനാരെ സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഈ അന്ധവിശ്വാസം കാണുമ്പോ. എന്തായാലും അമ്മ പറഞ്ഞ മാതിരി കുട്ടികളുടെ കല്യാണക്കാര്യം ആലോചിക്കണം. ഞാൻ ആലോചിക്കുന്നുണ്ട് ഗൗരി. അമ്പാലികയും ശ്രീദേവിയും ഒരേ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാ എന്റെ വിചാരം. പിന്നെ തങ്കമണിയെ നമ്മുടെ വരുതിക്ക് നിൽക്കുന്ന ഒരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് നമ്മുടെ ഒപ്പം തന്നെ താമസിപ്പിക്കണമെന്നൊക്കെയാ എന്റെ മോഹം. എന്താ അപ്പനും അച്ഛനും കുട്ടികളെ ഇഷ്ടായോ? നിങ്ങൾ പെൺകുട്ടികളോടാ പറയുന്നത്. പിന്നെ കണ്ടില്ല നോക്കിയില്ല എന്നൊന്നും പറയരുത്. അവരെ പറ്റി അങ്ങനത്തെ ശങ്ക വേണ്ട. നിങ്ങൾ ആൺകുട്ടിയോടെ സമ്മതം ചോദിച്ചോളൂ. അമ്മേ, ഇതാണ് അമ്പാലിയേക്ക് ആലോചിക്കുന്ന പത്മനാഭ മേനോൻ, അപ്പൻ. ഇത് സീതയുടെ അച്യുതൻ, അച്ചു. കണ്ടപ്പോഴേ എനിക്ക് തോന്നി. നല്ല ചേർച്ചയുണ്ടല്ലേ? കുറുക്കാമ്പടം. പാറൂട്ടിയെ കുട്ടികളെ അകത്തേക്ക് കൂട്ടിട്ട് പോകൂ. ഓ, വരൂ, അകത്തേക്ക് പോവാം. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ? ശരി ശരി, എന്നാ ഞങ്ങൾ ഇറങ്ങും. വരട്ടെ അമ്മേ. എന്താ അച്ഛനും പപ്പനും എതിരഭിപ്രായമൊന്നുമില്ലല്ലോ? പിന്നെ നാളെ ഞങ്ങളെ കുറ്റം പറയരുത്. അമ്മ അച്ഛനും ഇല്ലാത്തോണ്ട് ഞങ്ങളെ ആരും ശ്രദ്ധിക്കാനുണ്ടായില്ലെന്ന് പറയരുത്. എന്തായാലും തുറന്നു പറഞ്ഞോളീൻ. അമ്മായിക്ക് ഇഷ്ടായോ? എനിക്ക് നല്ല ഇഷ്ടായി. മഹാലക്ഷ്മി അതിരി ഐശ്വര്യമുള്ള കുട്ടികള്. എന്താ അമ്പാലിയുടെ ഒരു സൗന്ദര്യം. ആ, ഞാൻ പറയാൻ വന്നു അത് തന്നെയാ. ആ കുട്ടിക്കൊരു പ്രത്യേകത നീ ശ്രദ്ധിച്ചോ? ഏയ്, എനിക്ക് അങ്ങനെയും തോന്നിയില്ല. എന്നാലുണ്ട് എന്തോ ശരിയല്ലായ്മ. അത് പറയാതിരിക്കാൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല. ഏട്ടാ,
പെൺകുട്ടികളെ പറ്റി അറിയാത്ത പറയല്ലേ. കേശവ, എനിക്കും അതറിയാം. പക്ഷേ ഈ കുട്ടികളെ എനിക്ക് അതിലും പ്രധാനം. എനിക്ക് ഇത്തിരി മന്ത്രവും തന്ത്രവും ഒക്കെ അറിയാവുന്ന നിനക്കും അറിയാലോ. അത് കുറച്ചറിയണോണ്ടാ ഏട്ടന് സംശയം തോന്നിയത്. അല്ല കേശവ, ആ കുട്ടിയെ കണ്ടപ്പോ എന്തോ ഒരു പന്തുകേട് എന്റെ മനസ്സിൽ തോന്നി. ഉടനെ ആ കുട്ടി എന്നെ ഒളിഞ്ഞു നോക്കി. ഏട്ടാ, ഏട്ടൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ വഴിയില്ല. കാരണം ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളാ മന്ത്രവാദി രാമൻ നായർ. ആ ആളുടെ പേര് കേട്ടാ ഏത് ദുർദേവതകളും പറവറക്കും. പാലിക്കൽ തറവാട് അയാളുടെ സ്വന്തം വീട് മാതിരിയാ. പക്ഷെ കേശവ, അയാൾ ഇപ്പൊ സ്ഥലത്തില്ല. മാത്രമല്ല, അയാൾക്ക് എവിടെ സ്ഥിരമായിട്ട് തങ്ങളുടെ സ്വഭാവമില്ല. അയാൾ ഇല്ലാത്തപ്പോ കൂടിയിട്ടുണ്ടെങ്കിലോ? എന്തിനാ ആവശ്യമില്ലാത്ത വർത്താനം? പപ്പൻ ആ കുട്ടിയെ വളരെ ഇഷ്ടായി. എനിക്കൊരു സാധാരണത്വം തോന്നില്ല. ശരി, അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓപ്പോൾക്ക് ആളെ ഇഷ്ടായോ? ഏടത്തിയുടെ ആളെക്കാളും നല്ലത് ഓപ്പോളുടെ ആളാ, പപ്പൻ. ഓ, പപ്പേട്ടൻ. ഏതായാലും കാര്യം അയാൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. ഓപ്പോളുടെ ആളാ നല്ലത് പറഞ്ഞിട്ടുള്ള അസൂയ. നീ ഇപ്പൊ നിന്റെ ആള് നന്നായാലും നിക്ക് അസൂയൊന്നുമില്ല. അപ്പോ ശ്രീദേവിക്ക് ആളെ പിടിച്ചു എന്നർത്ഥം. നിന്റെ മോൾക്കും അമ്മായി നല്ലൊരു സുന്ദര കുട്ടപ്പനെ കണ്ടുവച്ചിട്ടുണ്ട്. അത്രയ്ക്കൊന്നും പറയണ്ട കേട്ടോ. അപ്പൂട്ടേട്ടൻ എന്താ ഒരു കുറവ്? നമ്മുടെ അച്ഛന്റെ മരുമോനാ. കൃഷിക്കാരെന്ന് വെച്ചാ മോശ? ഇല്ല, ഇപ്പഴേ ദേഷ്യം വരണ്ട കേട്ടോ. ആദ്യം കാര്യം നടക്കട്ടെ, എന്നിട്ട് മതി കേട്ടോ. മോനെ അപ്പൂട്ടാ, നിന്റെയും തങ്കമണിയുടെയും കല്യാണത്തെ പറ്റി പാലക്കിലമ്മയും ഗൗരിയും പറഞ്ഞ് നീ കേട്ടില്ലേ? അവരൊക്കെ വലിയ ആളുകളല്ലേ അമ്മേ. അതുകൊണ്ട് തങ്കമണിയും ശ്രീദേവിയും നിന്റെ അമ്മാവിന്റെ മക്കളല്ലാണ്ടാവില്ലല്ലോ. പാലക്കൽ തറവാടിലെ സൗകര്യങ്ങളൊന്നും നമ്മുടെ ഈ കളത്തിലില്ലല്ലോ അമ്മേ. ആ വലിയ വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മുടെ ഈ കളത്തിലെ ജീവിതം ആ കുട്ടിക്ക് പിടിക്കുമെന്നാ. നീ അങ്ങനെ ഉള്ളി തൊളിച്ച് നോക്കൊന്നും വേണ്ട. നിനക്ക് തങ്കമണി ഇഷ്ടാണോ? ഇഷ്ടക്കുറവൊന്നുമില്ല. ഇതുവരെ അമ്മ പറഞ്ഞതിന് ഞാൻ എതിരൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. തങ്കമണി നല്ല കുട്ടിയാ മോനെ. പിന്നെ വല്യേട്ടൻ പോയ പിന്നെ ആ കുട്ടികളെ സത്യത്തിൽ നോക്കേണ്ടത് നമ്മളായിരുന്നു. അവരോടൊപ്പം നിൽക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇപ്പൊ നമുക്കില്ലെങ്കിലും ഒരു കാലത്ത് അവരെക്കാൾ കേമന്മാരായിരുന്നു നമ്മുടെ അമ്മാവന്മാര്. ഇപ്പൊ അവരായിട്ട് വന്ന് പറഞ്ഞതാ. എന്റെ മോൻ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനങ്ങ് വാക്കുകൊടുത്തു. ശരി അമ്മേ. പിന്നെ വീരേട്ടന്റെ ഒരു അഭിപ്രായ, കല്യാണം കഴിഞ്ഞ തങ്കമണിയും നീയും അവിടെ നിക്കണമെന്ന്, അവരുടെ കൂടെ. വേണ്ടമ്മേ, അത് വേണ്ട. എന്റെ അമ്മയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതൊക്കെ 2 കൊല്ലം കഴിഞ്ഞുള്ള കാര്യല്ലേ. എന്റെ കാലം കഴിഞ്ഞാലും ആരും ഇല്ലാത്ത നിനക്ക് അവരൊരു ബന്ധുവല ആവൂലേ.